സോ ഫ്രണ്ട്സ്, ഹോണ്ടിങ് വൈബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂടാതെ നിങ്ങൾ പലപ്പോഴും പലയിടത്തും ആത്മാക്കളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഓജാ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ ഓജാ ബോർഡ് എന്താണെന്നും ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. നമുക്ക് കേട്ടറിവുണ്ടാകുന്നത് ഓജാ ബോർഡ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്നാണ്. സത്യത്തിൽ 19-ാം നൂറ്റാണ്ട് വരെ ഓജാ ബോർഡിൻ്റെ ഒരു വിവരം പോലും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ അന്നത്തെ ആൾക്കാരും ആത്മാവുമായി കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു. അവർ ഏതെങ്കിലും പ്രത്യേകിച്ച സാധനത്തിൻ്റെ മാധ്യമം വഴിയാണ് അവരുടെ ലോകത്തേക്ക് വഴി ഉണ്ടാക്കുന്നത്. 1848 ന്യൂയോർക്കിലെ കേറ്റ് ആൻഡ് മാർക്കറ്റ് ഫോക്സ് ഒരു മരിച്ച വ്യക്തിയുടെ ആത്മാവുമായി കോൺടാക്റ്റ് ചെയ്തു. ഇതൊരു വലിയ വാർത്തയായി പെട്ടെന്ന് അങ്ങ് പടർന്നു. ഈ വാർത്ത കേട്ട് മിക്ക ആൾക്കാരും അവരുടെ മരിച്ച ബന്ധക്കാരോട് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. മരിച്ചവരോട് കോൺടാക്ട് ചെയ്യാൻ അറിയാത്തവർ സ്പിരിച്വലിസ്റ്റിൻ്റെ സഹായം തേടി. ആ സമയത്ത് ടേബിൾ ടേണിംഗ് മെത്തേഡ് വളരെ പ്രസിദ്ധമായിരുന്നു. പക്ഷെങ്കിൽ ഇതിൽ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. അതുപോലെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കാരണം 1868 പ്ലാൻചെറ്റ് എന്ന പേരുള്ള ഒരു വസ്തു ഇറങ്ങി. ഈ സാധനം ടേബിൾ ടേണിംഗ് മെത്തേഡിനെക്കാട്ടിലും യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇതിൽ ഒരു പെൻസിലും പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ഒരു വസ്തുവും ഉപയോഗിച്ച് ആത്മാവുമായി കോൺടാക്ട് ചെയ്യും. ആത്മാവ് ആളിനെ വശത്തിലാക്കി ഈ പെൻസിൽ വഴിയാണ് മെസ്സേജ് പറയുന്നത്. ഈ വഴി വളരെ ഈസി ആയിരുന്നു. പക്ഷേ സക്സസ് റേറ്റ് വളരെ കുറവായിരുന്നു. മോസ്റ്റ്ലി സ്പിരിറ്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. 1886 ടോക്കിംഗ് ബോർഡ് എന്ന് പറയുന്ന സാധനം ഇറങ്ങി. ആൾക്കാർ ഇതിനെ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് പ്ലാൻചെറ്റ് എന്ന് പറയുമായിരുന്നു. ഈ ബോർഡ് ആരാ ഉണ്ടാക്കിയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ചാൾസ് കെനഡി ഈ ബോർഡിനെ ഡിസൈൻ ചെയ്തു എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഇസി റെച്ചിയാണ് ഈ ബോർഡിനെ ഡിസൈൻ ചെയ്യാൻ സഹായിച്ചത്. ഈ ബോർഡ് വഴി ആത്മാക്കളുമായി കോൺടാക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. അത് കാരണം മിക്ക ആൾക്കാർക്കും ഈ ബോർഡ് വേണ്ടിയതായിരുന്നു. ചാൾസ് ഈ ബോർഡ് ലോക്കലി കുറേ വിറ്റു. ഇനിയിപ്പം പുറം നാട്ടിൽ നിന്നും ഓർഡറുകൾ വരാൻ തുടങ്ങി. അതുപോലെ ചാൾസ് ഈ ബോർഡിനെ പേറ്റന്റ് ആക്കിയില്ലായിരുന്നു. അത് കാരണം 25 ഏപ്രിൽ 1819 ബൽറ്റിമോ എന്ന് പറയുന്ന നഗരത്തിലെ ലോയർ എലിജ ബോണ്ടിനെ കണ്ടു. എലിജാവിൻ്റെ സഹായത്താൽ ഇവർ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെങ്കിൽ ഈ ബോർഡിന് ഒരു ഒഫീഷ്യൽ പേരില്ലായിരുന്നു. അത് കാരണം ചാൾസ് അന്ന് തന്നെ സ്പിരിറ്റ്സുമായി കോൺടാക്ട് ചെയ്ത് ഈ ബോർഡിന് എന്ത് പേര് വെക്കണമെന്ന് ചോദിച്ചു. ഉത്തരത്തിൽ ഓജ എന്ന് കിട്ടി. ചാൾസ് സ്പിരിറ്റിനോട് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. ചാൾസ് ഓജായിൻ്റെ അർത്ഥം ഗുഡ് ലക്ക് ആണെന്ന് മനസ്സിലാക്കി. ഈ സംഭവം എല്ലാം 529 ചാൾസ് സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ വെച്ചാണ് നടന്നത്. ആ വീട് ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ട്. പേറ്റന്റ് ഫയൽ ചെയ്ത സമയത്ത് അവിടുത്തെ ഓഫീസർ ഇവരെ ഒത്തിരി കളിയാക്കി. അവിടുത്തെ ഓഫീസർ പറഞ്ഞു, ഈ ബോർഡ് വഴി എൻ്റെ പേര് സ്പെല്ല് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ പേറ്റന്റ് അപ്രൂവ് ചെയ്യാമെന്ന്. ചാൾസ് സ്പിരിറ്റിൻ്റെ സഹായത്താൽ ആ ഓഫീസറിൻ്റെ പേര് സ്പെല്ല് ചെയ്യുകയും ചെയ്തു. ബോർഡിൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ A to Z എല്ലാ ആൽഫബറ്റ്സും ഉണ്ട്. പിന്നെ 0 to 9 നമ്പർ വരെയുണ്ട്. അതുകൂടാതെ യെസ്, നോ, പിന്നെ ഗുഡ് ബൈയും എഴുതിയിട്ടുണ്ട്. ഈ ബോർഡ് ഏകദേശം 18x20 ഇഞ്ചിൻ്റെയാണ്. അതുകൂടാതെ ഇത് വിറക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊരു വസ്തുവും കിട്ടും. ആൾക്കാർ ഇതിൻ്റെ മണ്ടയ്ക്ക് വിരലുകൾ വെച്ചിട്ടാണ് ആത്മാക്കളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആത്മാവുമായി കണക്ഷൻ ആകുവാണെങ്കിൽ പല ഡയറക്ഷനിലോട്ട് ട്രയാങ്കിൾ മൂവ് ചെയ്യും. എന്നിട്ട് പല ആൽഫബറ്റിൻ്റെ മണ്ടയിൽ ഈ ട്രയാങ്കിൾ വരും. ഈ ആൽഫബറ്റിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ആത്മാവിൻ്റെ മറുപടിയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. ഓജാ ബോർഡ് യൂസ് ചെയ്യുന്നവർ 4 നിയമത്തെയാണ് പാലിക്കേണ്ടത്. ആദ്യത്തെ നിയമം പറയുന്നത് ആരും തമാശയായി ഓജാ ബോർഡിനെ ഉപയോഗിക്കരുതെന്ന്. രണ്ടാമത്തെ നിയമം പറയുന്നത് നിങ്ങൾക്ക് ഈ ബോർഡ് ഒരിക്കലും ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾക്ക് ഈ ബോർഡ് ഉപയോഗിക്കണമെങ്കിൽ മിനിമം 2 ആൾക്കാരെങ്കിലും വേണം. മൂന്നാമത്തെ നിയമം പറയുന്നത് ഇതൊരിക്കലും ശ്മശാനത്തിൽ ഉപയോഗിക്കരുതെന്ന്. പിന്നെ 4-ാമത്തെ നിയമം പറയുന്നത് നിങ്ങൾ ഇത് ഒരിക്കലും പകുതിക്ക് വിട്ടിട്ട് പോകരുതെന്നും. അതുകൂടാതെ ഗുഡ് ബൈ പറയാതെ ഇത് തീർക്കാൻ പറ്റില്ലെന്നും. നിങ്ങൾ ഈ നിയമം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല ആപത്തുകളും വന്നു ചേരുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. 1927 വില്യം ഫ്ലഡ് ഈ ബോർഡിന് വിൽക്കുന്ന എല്ലാ റൈറ്റ്സും വാങ്ങി. ഈ കച്ചവടം വളരെ ലാഭകരമായിരുന്നു. കാരണം 2-ാം ലോക മഹായുദ്ധത്തിൽ വെച്ച് കുറേ ആൾക്കാരുടെ റിലേറ്റീവ്സ് മരിച്ചിരുന്നു. റിലേറ്റീവ്സ് അവരുടെ മരിച്ച ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെങ്കിൽ 1966 ശേഷം ഇത് ഒരു നഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. അത് കാരണം ഇതിൻ്റെ എല്ലാ റൈറ്റ്സും പാർക്കർ ബ്രദേഴ്സിനു 1990 വിറ്റു.
ഇന്നത്തെ സമയത്ത് നിങ്ങൾക്ക് വുഡൻ ബോർഡ് കിട്ടില്ല, ഇപ്പോൾ കാർഡ്ബോർഡാണ് വിൽക്കപ്പെടുന്നത്. ഓജ ബോർഡിന്റെ കോൺസെപ്റ്റ് വെച്ച് 2016 ഓജ ദി ഒറിജിൻ ഓഫ് ഈവൽ എന്ന മൂവി റിലീസാക്കിയായിരുന്നു. ഈ മൂവി 2014 ഓജ മൂവിയെ പോലായിരുന്നു. പക്ഷെങ്കിൽ 2014 ഓജ മൂവി ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതുകൂടാതെ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, ഓജ ബോർഡ് ഉപയോഗിച്ച് ശരിക്കും ആത്മാക്കളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വേറെ ഫാക്ട്സുമായി കാണാം.